Hello guys, welcome back to Sound of Chisels. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്ലേ മോഡലിംഗിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, അതിനകത്ത് ലിങ്ക് ഇട്ടേക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം. നമ്മൾ വർക്കിന് ആവശ്യമായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. സ്പ്രെയർ, പിന്നെ ഇത്രയും ടൂൾസ്, പിന്നെ അതുപോലെ തന്നെ ക്ലേ. ഈ ക്ലേ ഞാൻ ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയും ക്ലേക്ക് ഞാൻ ഏകദേശം 300 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അരച്ചിട്ട് നല്ല ക്ലേ ആണ്. ഏകദേശം നമ്മുടെ ഒരു 2 കൈക്കകത്ത് കൊള്ളുന്ന അത്രയും ക്ലേ ഉണ്ട്. നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ക്ലേ ഒരു കവറിനകത്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലേ പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ കവറിനകത്ത് വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്ന് ഡ്രൈ ആകുന്ന ക്ലേ ആണ്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ജസ്റ്റ് ഫോം ഈ ക്ലേയിൽ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ക്ലേ എടുത്തിട്ട് നല്ല രീതിയിൽ വെച്ച് പ്രസ് ചെയ്ത് ആ ഒരു ഫോം ആക്കി മാറ്റുക. ഈ ക്ലേ പഗ് മില്ല് നല്ല രീതിയിൽ അരച്ച് നല്ല റെഡിയാക്കിയിട്ടുള്ളതാണ്. ഇതിനകത്ത് തീരെ കല്ലില്ല, നല്ല സൂപ്പർ ക്ലേ ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വർക്കിന് വേണ്ടി ഉപയോഗിച്ച ക്ലേ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക കമ്പനിയിലൊക്കെ അവർ അരച്ചിട്ടുള്ള, അത് ഓട്, ഇഷ്ടിക, കുർഡീസ് ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ അരച്ചിട്ടുള്ള ക്ലേ ആണ് നമ്മൾ വാങ്ങി ഉപയോഗിച്ചിരുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്. പിന്നെ ക്ലേയുടെ അളവ് കുറവാണ്, മണ്ണിൻ്റെ അളവാണ് കൂടുതൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമുക്ക് വർക്കൊക്കെ ചെയ്യാൻ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അതിനേക്കാളും നല്ല ക്ലേ ആണ് ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാർ 3 ടൈപ്പ് മണ്ണ് ഉരച്ചാണ് അവർ ക്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ വയലിലെ നല്ല ക്ലേയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ മണ്ണും മണലും ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ്. മണൽ മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് അവർ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടാതിരിക്കാൻ, ചട്ടിയൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് മണൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ 3 ടൈപ്പ് മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ക്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒട്ടും കല്ലില്ലാത്ത രീതിയിലാണ് അവർ ഇതിനെ അരച്ചെടുക്കുന്നത്. നല്ല പഗ് മില്ല് നല്ല രീതിയിൽ അരച്ച് 3-4 തവണ അരച്ച് ക്ലിയർ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് തീരെ കല്ല് കാണില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ക്ലേ ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഈ ക്ലേ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാലിൻ്റെ ഒരു ഫോം നമ്മൾ വെച്ചിരുന്നു. അപ്പോൾ അത് ഇളക്കി മാറ്റി. കാര്യം വാല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കാല് വയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേ വാലിൻ്റെ ഒരു സാധനം വയ്ക്കുക, എന്നിട്ടാണ് പിന്നെ കാലായിട്ട് മുകളിൽ വയ്ക്കുന്നത്.
ഇപ്പോൾ ഉപയോഗിച്ച ടൂള് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ടൂളാണ്. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടൂളാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക എങ്ങനെയാണ് ഈ ടൂൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മൾ ക്ലേ വയ്ക്കുന്നത് ചെറിയ ചെറിയ ബെൽറ്റുകളായിട്ടാണ്. അത് നമ്മളെ കയ്യിൽ നല്ല പ്രസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ബെൽറ്റുകളാക്കി നല്ല രീതിയിൽ വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ഇല്ലാത്ത രീതിയിലാണ് ക്ലേ വയ്ക്കുന്നത്. വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നൂല് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം വർക്കും ആ പ്ലാറ്റ്ഫോമും സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. നമ്മളിങ്ങനെ വർക്കിനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ വർക്ക് അവിടെ ഇരുന്ന് ഡ്രൈ ആയി പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വർക്ക് ഈ രീതിയിൽ നൂലോ അല്ലെങ്കിൽ ചെറിയ കമ്പിയോ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഗൈസ്, ഇന്ന് നമ്മളൊരു സിംഹത്തെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.